നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനാണ്. പിന്നെ കോർപ്പറേഷൻ എവിടെ ചോദിക്കുന്നത്? കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലേ? അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ അതിന്റെ അതോറിറ്റി? മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്നു. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ സർവത്ര അരാജകത്വം. മാലിന്യ സംസ്കരണ പദ്ധതി താളം തെറ്റിയിരിക്കുന്നു. മാലിന്യം ശേഖരിക്കാൻ പതിറ്റാണ്ടുകളായി നഗരസഭയിൽ നിലവിലുണ്ടായിരുന്ന സംവിധാനം നിശ്ചലമായിരിക്കുന്നു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും പലയിടങ്ങളിലും നിലച്ച സാഹചര്യമാണുള്ളത്. ഇതിന്റെ ഭാഗമായാണ് നഗരത്തിൽ പലയിടത്തും മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റുന്ന അവസ്ഥയുണ്ടായി. ശുദ്ധജലക്ഷാമം നഗരത്തിൽ രൂക്ഷമാകുമ്പോഴും തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നത്. കുടിവെള്ള വിതരണം നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന പ്രാഥമികമായ വസ്തുത മറച്ചുവെച്ചുകൊണ്ടാണ് ഈ വാദഗതി ഉയർത്തുന്നത്. രാത്രിയായാൽ നഗരം ഇരുട്ടിലാണ്. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ഇക്കാര്യത്തിൽ ഗുരുതരമായ അലംഭാവമാണ് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും കോർപ്പറേഷൻ ഭരണാധികാരികൾ നിസ്സംഗരായിരിക്കുന്നു. അധികാരം കിട്ടിയാൽ പ്രധാനമന്ത്രി വരും, പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും, രാജ്യത്തെ ഏറ്റവും മനോഹരമായ നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റും. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു BJP തലസ്ഥാനവാസികൾക്ക് നൽകിയത്? ഒന്നും ഉണ്ടായില്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നഗരമായി തിരുവനന്തപുരം മാറുകയാണ്. BJPയുടെ തനിനിറം നഗരവാസികൾക്ക് ബോധ്യമായി തുടങ്ങി.